പറയാനുള്ളത് നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. തൻ്റെ ഒരു ഒപ്പ് വേണം, അതിനു വേണ്ടിട്ടാ വന്നേ. ഒപ്പോ? എന്റെ ഒപ്പം എന്തിനാ നിങ്ങൾക്ക്? തൽക്കാലം താൻ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഈ പേപ്പറിലെ ഒരു ഒപ്പിട്ടാ മാത്രം മതി. ഇതിലൊരു സൈൻ ചെയ്താ തനിക്ക് മക്കൾക്കും അങ്ങ് പോവാ. ഞാൻ ചെയ്യില്ല. നിങ്ങൾ ആരാ? എന്തൊക്കെയാടോ തനിക്ക് ചുറ്റും നടക്കുന്നത്? ഈ പ്രശ്നങ്ങളിൽ നിന്നും തനിക്കൊരു മോചനമില്ലേ? എനിക്കറിയില്ല സിസ്റ്ററെ. ജീവിതം എന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവാ. പക്ഷെ അതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചുപോയെന്ന് കരുതിയ എന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചത്. അമ്മയില്ലാതെ തനിച്ചാക്കപ്പെട്ടതുകൊണ്ടാ എന്റെ കുഞ്ഞിന്റെ ആയുസ്സറ്റ് പോയത്. പക്ഷെ ഇത് അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചത്? ഇന്നലെ വരെ എന്റെ പേരിലുണ്ടായിരുന്ന കമ്പനി അവന്റെ പേരിലേക്ക് മാറ്റിയതും പോരാഞ്ഞിട്ടാണോ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇതുപോലുള്ള ഒരു ഐഡിയാസ് അയക്കുന്നത്? എന്താ കാര്യം തെളിച്ചു പറയടോ. സാലറി ഫയൽ ഒപ്പിടാൻ അവൻ ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുന്നു. ഇവിടെ എന്റെ മുന്നിൽ വെച്ച് തന്നെ അവന് സൈൻ ചെയ്യണമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ രണ്ടൊരു കരുതരുത്. താനിങ്ങനെ ടെൻഷനാവണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാമെന്നൊന്നുമല്ല. എടോ, താൻ എന്ത് പണിയായി കാണിച്ചത്? രണ്ടു മക്കളെയും കൊണ്ട് ആരോടും പറയാതെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാവോ? എനിക്ക് പിന്നെ മോളെ കൊണ്ടുപോകില്ലെന്ന് ഓർത്തപ്പോ. എടോ, അതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടേ? തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെങ്കിലോ? ഒരു വല്ലാത്ത ധൈര്യമാ താൻ കാണിച്ചത്. കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ സാർ കേൾക്കുമായിരുന്നോ? അച്ഛൻ അമ്മയൊന്നും പറയണ്ട. ഞാനാ പറഞ്ഞത് അച്ഛനൂടെ പോവില്ലാന്ന്. അതുകൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. എന്റെ മോളെ, നിനക്ക് അച്ഛൻ അത്രയ്ക്ക് മടുത്തോ? കുഞ്ഞിന് അവിടെ വരാൻ താല്പര്യമില്ലാത്തോണ്ടാ, അല്ലാതെ അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഈ കഥ ഇനി എങ്ങോട്ട്? കഴുകൻ കണ്ണുകളുമായി വസുധയ്ക്ക് പിന്നാലെ കൂടിയ മാനവിൽ നിന്നും അവർ രക്ഷപ്പെടുമോ? ഗിരിയുടെ പണത്തിനും സ്വാധീനത്തിനും സംരക്ഷിക്കാൻ കഴിയുമോ? എന്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു പേടിയില്ല സിസ്റ്ററെ. പക്ഷെ എന്റെ മക്കളും. ഇനി എങ്ങോട്ടാ ഞാൻ പോവേണ്ടതെന്ന് എനിക്കറിയില്ല സിസ്റ്ററെ. വരാൻ പോകുന്ന കൊടുംകാറ്റിൽ വിധി ആരുടെ പക്ഷം? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ.